ഇറാനിൽ ആയത്തുള്ള അലി ഖമനയുടെ പിൻഗാമിയായി മകൻ മുജ്തബ ഖമനയെ ഇറാന്റെ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തു. നിർണായകമായ തെരഞ്ഞെടുപ്പിലൂടെ മുജ്തബ ഖമനയെ ഇറാന്റെ മൂന്നാമത്തെ നേതാവായി നിയമിച്ചതായി അസംബ്ലി ഓഫ് എക്സ്പേർട്സ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇതോടെ ഇറാനിലെ എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം മുജ്തബ ഖമനയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. ആയത്തുള്ള അലി ഖമനയുടെ 6 മക്കളിൽ രണ്ടാമനാണ് മുജ്തബ ഖമനൈ. 17-ാം വയസ്സിൽ ഇറാൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൽ ചേർന്ന മുജ്തബ ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്തു. IRGCയുടെ ഹബീബ് ബറ്റാലിയൻ ഭാഗമായിരുന്നു മുജ്തബ. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉൾപ്പെടുന്ന ഈ ബറ്റാലിയനിലെ അംഗങ്ങളാണ് പിന്നീട് ഇറാന്റെ സുപ്രധാന സുരക്ഷാ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് നേതൃത്വം വഹിച്ചിട്ടുള്ളത്. സൈനിക സേവനത്തിന് ശേഷം 1999-ൽ ഇറാന്റെ പ്രമുഖ മതപണ്ഡിതന്മാരെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഗൂമിലെ ഷിയ സെമിനാരിയിൽ മുജ്തബ മതപഠനത്തിന് ചേർന്നു. 2000-ഓടെ മുജ്തബ പരോക്ഷമായി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങി. 2005-ൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മഹ്മൂദ് അഹ്മദിനെജാദിന് അനുകൂല സാഹചര്യം സൃഷ്ടിക്കാൻ മുജ്തബ ഇടപെട്ടിരുന്നതായി പിന്നീട് വെളിപ്പെടുത്തലുകളുണ്ടായി. 2009-ൽ അഹ്മദിനെജാദിന് തുടർഭരണം സമ്മാനിച്ച തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടാരോപിച്ച് രാജ്യവ്യാപകമായി നടന്ന ഗ്രീൻ മൂവ്മെന്റ് എന്നറിയപ്പെട്ട പ്രക്ഷോഭത്തെയും 2022-ൽ മഹ്സ അമിനിയുടെ മരണത്തെ തുടർന്ന് നടന്ന ഹിജാബ് പ്രക്ഷോഭത്തെയും അടിച്ചമർത്തുന്നതിലും മുജ്തബയ്ക്ക് പങ്കുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ദ ഗാർഡിയൻ റിപ്പോർട്ടനുസരിച്ച് മുജ്തബയുടെ നിയമനം ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. മുജ്തബ ഖമനയെ പരമോന്നത നേതാവായി പ്രഖ്യാപിക്കാനുള്ള ഇറാന്റെ തീരുമാനം യുദ്ധം കൂടുതൽ രൂക്ഷമാകാൻ കാരണമായേക്കാം. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുമ്പോൾ തങ്ങളെ കൂടി പങ്കെടുപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടുന്നയാൾക്ക് അധികകാലം ആയുസ്സുണ്ടാകില്ലെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. തെരഞ്ഞെടുക്കപ്പെടുന്നവർ ആരാണോ അവരെ ലക്ഷ്യമിടുമെന്ന് ഇസ്രായേലും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് മുജ്തബ ഖമനയെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തത്. അതേസമയം മുജ്തബ ഖമനയുടെ നിയമനത്തിന് തൊട്ടുപിന്നാലെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളും മുദ്രാവാക്യങ്ങളും ഉയർന്നതായും റിപ്പോർട്ടുകളുണ്ട്.